മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് നിലപാട് കടുപ്പിക്കുന്നതിനിടെ പുതിയ നീക്കവുമായി സംസ്ഥാന സർക്കാർ. കാറ്റഗറി 1 വിഭാഗത്തിലെ സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസ് വേണ്ടെന്ന് ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാനാണ് നീക്കം. നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിൽ സംരംഭത്തിന് തടസ്സം സൃഷ്ടിക്കാൻ പഞ്ചായത്തിന് കഴിയില്ലെന്ന് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. മദ്യനിർമ്മാണശാല കാറ്റഗറി 1 വരുമോ എന്ന ചോദ്യത്തിന് മന്ത്രി എം പി രാജേഷ് വ്യക്തമായ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 47 പരിഷ്കരണങ്ങളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാത്രം സ്വീകരിച്ചിട്ടുള്ളത്. 2024 ഒറ്റ വർഷം 47 പരിഷ്കരണ നടപടികൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഉൾപ്പെടെ ജനോപകാരപ്രദമായിട്ടുള്ള അനേകം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു. നിലവിൽ പുതിയ കാലത്തെ പല സംരംഭങ്ങൾക്കും ലൈസൻസ് നൽകാൻ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. മുൻ തലമുറ ഇനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയാണ് നിലവിൽ ചട്ടങ്ങളിലുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ പുതിയ തലമുറ സംരംഭങ്ങൾക്ക് പലതിനും ലൈസൻസ് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുള്ളത്. ഇതിൽ മാറ്റം വരുത്തും. നിയമവിധേയമായ ഏത് സംരംഭത്തിനും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരും. അലക്സ് റാം മുഹമ്മദുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അലക്സ്, ഈ പദ്ധതിക്കെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചതാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പുതിയ നീക്കം, പഞ്ചായത്തുകളുടെ ലൈസൻസ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് വേണ്ട എന്നുള്ളത്. ഏതുവിധേനയും വരുന്ന എതിർപ്പുകൾ മറികടന്ന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ സർക്കാർ തീരുമാനം? അതാണോ നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്? അലക്സ്. കീർത്തന, തദ്ദേശ സ്ഥാപനങ്ങളെ വ്യവസായ സൗഹൃദമാക്കുക, സംരംഭക സൗഹൃദമാക്കുക, നിക്ഷേപക സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ തദ്ദേശ നിയമങ്ങളും ചട്ടങ്ങളും ഭേദഗതി ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി 47 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ് തദ്ദേശ വകുപ്പ് ഈ നിയമങ്ങളിലും ചട്ടങ്ങളിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ലൈസൻസ് ചട്ടങ്ങളിലുള്ള സമഗ്രമായ മാറ്റമാണ്. നിയമവിധേയമായ ഏതു സംരംഭത്തിനും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വീടുകളിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്കും ലൈസൻസ് നൽകുന്ന സാഹചര്യമുണ്ടാകും. ഇപ്പോൾ അവർക്ക് ഈ വായ്പ അടക്കം ലഭിക്കുന്നതിന് പ്രയാസം നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതോടെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിൽ സംരംഭത്തിന് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. അതായത് പഞ്ചായത്തുകളോടാണ് മന്ത്രി പറയുന്നത്, അത്തരത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഫാക്ടറികൾ പോലുള്ള സംരംഭങ്ങളെ കാറ്റഗറി 1 വിഭാഗമായും വാണിജ്യ വ്യാപാര സേവന സംരംഭങ്ങളെ കാറ്റഗറി 2 വിഭാഗമായും തിരിക്കും എന്ന ഈ പ്രധാനപ്പെട്ട ശുപാർശകളിലുണ്ട്. അതിൽ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യവസായ മേഖലയിൽപ്പെട്ട കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസിനു പകരം രജിസ്ട്രേഷൻ മാത്രം മതിയാകുമെന്ന് ശുപാർശ ചെയ്യുന്നുണ്ട്. വ്യവസായ മേഖലയിൽ അല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. ഒപ്പം എന്നാൽ ഒരു അനുമതിയും പഞ്ചായത്തുകൾക്ക് നിഷേധിക്കാൻ അധികാരമില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ നിബന്ധനകൾ നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകണമെന്നാണ് ഈ പുതിയ ശുപാർശയിലുള്ളത്. ഒരു സംരംഭത്തിന് ഒരിക്കൽ വാങ്ങിയ അനുമതി സംരംഭകൻ മാറുമ്പോൾ സംരംഭകത്വത്തിൽ നിന്ന് മാറ്റമില്ലെങ്കിൽ ആ അനുമതി കൈമാറാം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ സമഗ്രമായ പരിഷ്കാരം ഉൾപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് എലപ്പുള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിവാദം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ ബ്രൂവറിക്ക് എലപ്പുള്ളി പഞ്ചായത്തിൽ അത് പ്രവർത്തിക്കാൻ അനുമതി നൽകില്ല എന്ന് പഞ്ചായത്ത് അധികാരികൾ തന്നെ നിലപാടെടുക്കുമ്പോൾ ഇങ്ങനൊരു ഭേദഗതി, ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരുന്നത് പഞ്ചായത്തിൻ്റെ ഈ തീരുമാനത്തെ മറികടക്കാനാണോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത്. ആ ചോദ്യം നമ്മൾ മന്ത്രിയോട് ചോദിക്കുകയും ചെയ്തു. ഈ കാറ്റഗറി 1 പെടുന്ന ഈ വ്യവസായ മേഖലയിൽ ഉൾപ്പെടുന്ന അത്തരം സംരംഭങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ഈ ഒയാസിസ് കമ്പനി ഉൾപ്പെടുന്നുണ്ടോ, ഈ എലപ്പുള്ളിയിലെ മദ്യ നിർമ്മാണശാല ഉൾപ്പെടുന്നുണ്ടോ എന്ന് മന്ത്രിയോട് ചോദിച്ചു. സ്പെസിഫിക്കായി മന്ത്രി പറഞ്ഞത് അത് പരിശോധിക്കണം, അത് തനിക്ക് പരിശോധിച്ചാലേ പറയാൻ സാധിക്കൂ. പക്ഷേ എലപ്പുള്ളിയുടെ പശ്ചാത്തലത്തിലല്ല ഇങ്ങനെ ഒരു മാറ്റം തദ്ദേശ വകുപ്പ് കൊണ്ടുവരുന്നത്. സമഗ്രമായ മാറ്റം നേരത്തെ തന്നെ ആലോചിച്ചിരുന്നതാണ്, കാലോചിതമായ മാറ്റം ആലോചിച്ചിരുന്നതാണ്. അതിനൊരു സമിതി അടക്കം വെച്ച് അതിൻ്റെ ശുപാർശകൾ എടുക്കുകയായിരുന്നു. അതിൻ്റെ ശുപാർശകൾ കഴിഞ്ഞ ദിവസമാണ് മന്ത്രിക്ക് കിട്ടിയത്. ആ ശുപാർശകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. അതിന് പൂർണ്ണ രൂപത്തിൽ എത്തേണ്ടതുണ്ട്. ആ ശുപാർശകൾ ചർച്ച ചെയ്തതിന് ശേഷം അത് നിയമമായി വരും. അതായത് ആ മാറ്റങ്ങൾ നിയമമായി വരും.
ഇതിലിപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. വലിയ എതിർപ്പ് എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം നിയമപരമായി സർക്കാരിന് അവിടെ അനുമതി ലഭിക്കണമെങ്കിൽ, അല്ല ഈ മദ്യശാലയുമായി മുന്നോട്ട് പോകണമെങ്കിൽ തദ്ദേശ സ്ഥാപനമായ എലപ്പുള്ളി പഞ്ചായത്തിൻ്റെ അനുമതി വേണം, ലൈസൻസ് വേണം, അല്ലെങ്കിൽ അത് വേണം. അതിന് ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മതിയാകുമെന്ന വകുപ്പ് തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നു. അതിനർത്ഥം സ്വാഭാവികമായി ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാരിന് ഈ രജിസ്ട്രേഷൻ മുഖേന അവിടെ ഈ ബ്രൂവറിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ എലപ്പുള്ളി പഞ്ചായത്തിൽ നിന്നടക്കം ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.